Good morning. Let us discuss a problem. Problem. A service machine always has a standby units for immediate replacement upon failure. ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ടൈം കാണും. ആ ടൈമിൽ അത് ഫെയിൽ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇമ്മീഡിയറ്റ് റീപ്ലേസ്മെൻറ്റും ചെയ്യണം. അപ്പോൾ the time to failure of the machine is exponential and occurs every 40 minutes on the average. ഇപ്പോൾ ഈ പ്രോബ്ലമിൽ എടുത്തിട്ടുള്ള മെഷീനിൽ അവർ പറയാണ് അതിൻ്റെ ടൈം ഓഫ് ഫെയിലുവർ വന്നിട്ട് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പീഡാണ് ആൻഡ് അക്കോസ് എവറി 40 മിനിറ്റ്സ് ഓൺ ദ ആവറേജ്. ഓരോ 40 മിനിറ്റ്സിലും അതിൻ്റെ പീക്കിൽ അതെത്തും. അതായത് ആ ഫംഗ്ഷൻ ഹൈ ആയി അതിന് സർവീസ് ചെയ്യേണ്ട ടൈമാണ് എവറി 40 മിനിറ്റ്സ്. The machine operator feels that the machine is in the habit of breaking down every night around 8:30 p.m. ആ മെഷീൻ ഓപ്പറേറ്റർ പറയാണ് അവരെ ക്ലെയിം വന്നിട്ട് ഈ മെഷീൻ വന്നിട്ട് എവറി നൈറ്റ് അറൌണ്ട് 8:30 p.m. ഇതിന്റെ ഫംഗ്ഷൻ സ്റ്റോപ്പ് ആവുന്നതാണ്. എങ്കിൽ അനലൈസ് ദ ഓപ്പറേറ്റേഴ്സ് ക്ലെയിം. ഈ ഓപ്പറേറ്റർ പറഞ്ഞിട്ടുള്ള ഈ ക്ലെയിമിനെ അനലൈസ് ചെയ്യാനാണ് കേട്ടിട്ടുള്ളത്. സൊല്യൂഷൻ. The average failure rate of the machine lambda is equal to 60/40. നമ്മൾ അവറിൽ കൺവേർട്ട് ചെയ്യാനെങ്കിൽ 60/40 എന്ന് കൊടുത്തിട്ടുള്ള ലാംഡ is equal to 60/40 is equal to 1.5 failure per hour. Thus the exponential distribution of the time, the time ആണ്. Thus the exponential distribution of the time to failure is f of t is equal to lambda e power minus lambda t. f of t is equal to നമുക്ക് lambda 1.5 ആണ്. So f of t is equal to 1.5 e power minus 1.5 t, t greater than 0. The probability that a failure will occur by 8:30 p.m. cannot be used to support or refuse the operator's claim because the value of such probability depends on the time of the day at which it is computed. അതായത് നമ്മൾ ഈ ഫെയിലുവറിന്റെ പ്രോബബിലിറ്റി ചാൻസസ് വന്നിട്ട് അതായത് 8:30 ഷട്ട് ഡൗൺ ആവണ ചാൻസസ് വന്നിട്ട് നമുക്ക് ഓപ്പറേറ്റർ പറയും പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ ഓരോ ഡേക്കും അതിന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്ത് 8:30 എന്നുള്ള സമയം മാറാൻ ചാൻസസ് ഉണ്ട്. സോ ഈ പ്രോബബിലിറ്റിയെ നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഓപ്പറേറ്റർ പറഞ്ഞിട്ടുള്ള ക്ലെയിം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ടൈം ഈസ് 8:20 p.m. ഇപ്പോൾ ടൈം നമ്മൾ 8:20 p.m. ആണെങ്കിൽ ദ പ്രോബബിലിറ്റി ഫോർ the machine to shut down by 8:30 p.m. ഇപ്പൊ 8:20 p.m. ആണ്. 8:30 p.m. ഷട്ട് ഡൗൺ ആവാനുള്ള പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ p of t y is equal to ഇപ്പൊ ഗ്രേറ്റർ ദാൻ y കിടക്കുമ്പോൾ 1 മൈനസ് p of t ലെസ് ദാൻ y, which implies p of ഇത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരുമ്പോൾ p of t ലെസ് ദാൻ y is equal to 1 മൈനസ് p of t greater than y. Now p of t greater than y is equal to t ഗ്രേറ്റർ ദാൻ y വന്നിട്ട് 10/60. അതായത് നമ്മൾ എടുത്തിട്ടുള്ളത് 8:20 p.m. ആണ്. നമ്മളെ ക്ലെയിം വന്നിട്ട് 8:30 p.m. സോ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 10 മിനിറ്റ്സ് ആണ്. സോ ഗ്രേറ്റർ ദാൻ 10/60 ഈക്വൽ ടു ഇ പവർ മൈനസ് ലാംഡ 10/60. 10/60 ഈസ് ഈക്വൽ ടു 0.166 is equal to e power minus lambda into 0.1667. ഇപ്പോൾ ലാംഡ നമുക്കറിയാം, ലാംഡ വന്നിട്ട് -1.51. അപ്പോൾ p of t less than y is equal to 1 minus e power minus lambda into 0.1667 is equal to lambda value 1.5. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ is equal to 1 minus e power minus 1.5 into 0.1667 is equal to 1 minus e power minus 0.25. നമ്മൾ കാൽക്കുലേറ്ററിൽ ഇ പവർ എടുക്കുമ്പോൾ അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ln കൊടുത്ത് എന്തോന്ന് -0.25 കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 0.7788 കിട്ടും. മൈനസ് ഇപ്പോൾ 1 മൈനസ് 0.7788 അപ്രോക്സിമേറ്റ് ഇത് കിട്ടണം. നമുക്ക് കിട്ടണ വാല്യൂ വന്നിട്ട് 0.77880007 എക്സെട്ര എന്ന് വരും. അപ്രോക്സിമേറ്റ് വാല്യൂ 0.7788. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.22. Therefore p of t less than y is equal to 0.22 കിട്ടി. നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് the time is equal to 8:20 ആണ്. Then സെക്കൻഡ് ആയിട്ട് നമ്മൾ സിമിലർലി ഇഫ് ഇറ്റ് ഈസ് 7 p.m. സെക്കൻഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന സമയം വന്നിട്ട് 7 p.m. ആണ്. Now the probability that the failure will occur by 8:30 p.m. is 8:30 p.m. failure occur ആവാനുള്ള ചാൻസസ് വന്നിട്ട്
P of t less than y is equal to, same formula, 1 minus P of t greater than y. Now P of t greater than y is equal to P of t greater than 90 വന്നിട്ട് difference of 8:30 and 7 pm. 7 pm നും 8:30 pm നുള്ള difference. 1 മണിക്കൂർ, 7 ഉം 8 നും 1 മണിക്കൂർ, that is 60 minutes plus 30 minutes is equal to 90 minutes. അതാണ് greater than 90 by 60. Hour line 60 divided by 60 is equal to e power minus lambda 90 by 60 is equal to e power minus lambda into 1.5. ഇവിടെ ഇത് വന്നിട്ട് P of t greater than y ആണ്. അപ്പോൾ P of t less than y എന്ത് വരും? 1 minus greater than y. That is 1 minus e power minus lambda into 1.5 is equal to 1 minus e power minus 1.5 into 1.5 is equal to 1 minus e power minus 2.25. ഇത് നമ്മൾ ഷിഫ്റ്റ് പ്ലസ് ln minus 2.25 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.1054 is equal to 0.89. Therefore, P of t less than y is equal to 0.89. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് എടുത്തിട്ടുണ്ട്. അതായത് ടൈം വന്നിട്ട് 8:20 ആയിരിക്കുമ്പോൾ the probability for the failure is in 8:30 is, നമുക്ക് കിട്ടിയ വാല്യൂ വന്നിട്ട് 0.22 and at the same way 7 pm നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.89. അപ്പോൾ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ these two extremes values shows that the operator's claim cannot be analyzed based on probability estimate and that we must rely on the characteristics of the exponential distribution in refusing the claim. അതായത് ഈ രണ്ട് വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഓപ്പറേറ്റർ പറഞ്ഞിട്ടുള്ള ക്ലെയിം വന്നിട്ട് കറക്റ്റ് അല്ല, അത് വന്നിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം, അത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ വേറെ ചാൻസസ് കൊണ്ട് നമുക്കത് കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. 8:30 അത് കറക്റ്റ് ഫെയിലിയർ ആവുമെന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റൂല. Therefore the claim of operator is false എന്നാണ് കൺക്ലൂഷൻ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.